ആദരണീയനായ അധ്യക്ഷൻ നാസറുദ്ദീൻ, ജനാബ് അലി മനിക് ഖാൻ, ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ശാസ്ത്രത്തിൻ്റെ പിൻബലം ഉണ്ടായാലും ഇല്ലെങ്കിലും അലി മനിക് ഖാൻ മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ ആശയം ലോക മുസ്ലിമുകൾക്കെല്ലാം തന്നെ ബാധകമാകുന്ന ഒരു ഹിജ്റ ഹിലാൽ കലണ്ടർ ലോക മുസ്ലിമുകൾ ഒരേക സമുദായമാണ് എന്നുള്ള ആ മഹത്തായ ആശയത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒന്നായതുകൊണ്ട് വളരെയേറെ സ്വാഗതാർഹമായ ഒരു വീക്ഷണമാണ് എന്ന് പറയാനാണ് ഞാൻ ആദ്യമായി ആഗ്രഹിക്കുന്നത്. ഈ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ നമ്മളെ 3 പ്രധാന പോയിന്റുകളാണ് നമ്മൾ ചിന്തിക്കാനുള്ളത്. ഒന്ന്, നോമ്പ് നിർബന്ധമാകാൻ റുയത്തുൽ ഹിലാല്, ചന്ദ്രപ്രവി കാണൽ നിർബന്ധമാണോ? അല്ലെങ്കിൽ ഹിസാബുൽ ഹിലാൽ, കണക്ക് നോക്കിയിട്ട് ജ്യോതിശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ അല്ലെങ്കിൽ ബൈനോക്കുലേഴ്സോ അതുപോലെയുള്ള ഉപകരണങ്ങളോ വെച്ചിട്ട് മാസം കണ്ട് അതടിസ്ഥാനത്തിൽ ആളുകൾക്ക് നോമ്പും പെരുന്നാളും ആഘോഷിക്കൽ ഇസ്ലാമിൽ നിർബന്ധമുണ്ടോ? അതുപോലെ തന്നെ ഇഖ്തിലാഫുൽ മതാലി, ഉദയത്തിലുള്ള വ്യത്യാസം, അത് പരിഗണനീയമാണോ എന്നീ കാര്യങ്ങൾ ഇസ്ലാമിന്റെ ആരാധനയായതുകൊണ്ട് ഖുർആന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ നമുക്ക് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ആ നിലക്ക് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, റുയത്തുൽ ഹിലാല് ലോക മുസ്ലിമുകള് നേരത്തെ നബി തന്നെ പറഞ്ഞല്ലോ, നമ്മൾ അക്ഷരാഭ്യാസമില്ലാത്ത ജനസമൂഹമാണ് എന്ന കാര്യം നബി സൂചിപ്പിക്കുകയുണ്ടായി. ശാസ്ത്രം വെന്നിക്കൊടി നാട്ടിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും തന്നെ മുസ്ലിം സമുദായത്തില് എന്നല്ല ലോകത്തധികവും തന്നെ ജ്യോതിശാസ്ത്രവും അതുപോലെയുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ അറിയാത്ത ജനവിഭാഗങ്ങളാണ് അധികവും തന്നെ. അതുകൊണ്ട് തന്നെ നോമ്പ് നിർബന്ധമാകാൻ റുയത്തുൽ ഹിലാല് തന്നെ വേണം എന്നുള്ള വീക്ഷണഗതിയാണ് ബഹുഭൂരിഭാഗം ഹദീസും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നു. അത് കണക്കുകൂട്ടി ആ കണക്കിന്റെ അടിസ്ഥാനത്തിൽ നോമ്പും പെരുന്നാളും അനുഷ്ഠിക്കുന്നത് ഇസ്ലാമില് നിർബന്ധമില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ കണക്കിന്റെ അടിസ്ഥാനത്തിൽ നോമ്പാകും അല്ലെങ്കിൽ പെരുന്നാളാവും എന്ന് ഉത്തമ ബോധ്യമുള്ള ഒരു വ്യക്തി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അത് അനുവദനീയമാണ് എന്നുള്ള വിധികളാണ് നമ്മുടെ മതഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ കാണുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു സ്ഥലത്ത് മാസം ഉദിച്ചാൽ അക്ഷാംശരേഖയിലുള്ള വ്യത്യാസം കൊണ്ട് മറ്റൊരു പ്രദേശത്ത് മാസം കാണാൻ സാധ്യതയില്ല. അങ്ങനെ സാധ്യതയില്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ അവർക്ക് മറ്റേ സ്ഥലത്ത് സാധ്യതയുള്ള സ്ഥലത്ത് കണ്ടു, അതിന്റെ അടിസ്ഥാനത്തിൽ സാധ്യതയില്ല എന്ന് തോന്നുന്ന സ്ഥലത്ത് നോമ്പും പെരുന്നാളും ആഘോഷിക്കല് നിർബന്ധമില്ല എന്ന് തന്നെയാണ് ഇവിടെ ഖുറൈബ് എന്ന് പറയുന്ന ഒരു സഹാബിയിൽ നിന്ന് വന്ന ഒരു ഹദീസ് വ്യക്തമാക്കുന്നു. അതായത് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ കാലത്ത് ഖുറൈബ് എന്ന് പറയുന്ന ഒരു സഹാബി, അദ്ദേഹം സിറിയയിലേക്ക് പോവുകയുണ്ടായി. അവിടെ ചെന്നപ്പോൾ വെള്ളിയാഴ്ച രാത്രി മാസം കണ്ടു. ഈ മാസം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ സിറിയയിലെ ഷാമിലെ ഗവർണറായിരുന്ന മുആവിയ, അദ്ദേഹം അന്ന് നോമ്പായിട്ട് പിറ്റേ ദിവസം ശനിയാഴ്ച നോമ്പായി പ്രഖ്യാപിച്ചു. അങ്ങനെ അവിടെ വെച്ച് പിറ്റേ ദിവസം നോമ്പെടുത്ത വ്യക്തി, ഈ ഖുറൈബ് എന്ന് പറയുന്ന വ്യക്തി മദീനയിൽ എത്തിയപ്പോൾ മദീനയില് അവര് നോമ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്, അവരുടെ നോമ്പ് തുടങ്ങുന്നത് ഞായറാഴ്ചയാണ്.
ശനിയാഴ്ച രാത്രിയാണ് അവർ മാസം കണ്ടത്. അതിനെക്കുറിച്ച് മുആവിയ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞപ്പം അത് നമുക്ക് സ്വീകാര്യമല്ല. നമ്മൾ ഇവിടെ മാസം കണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതുള്ളൂ. ഒന്നുകിൽ 29 മാസം കാണണം, അതല്ലെങ്കിൽ 30 തേയണം, എന്നാലേ പെരുന്നാൾ ആഘോഷിക്കാൻ പാടുള്ളൂ എന്നും അതാണ് നബിയുടെ ചര്യ എന്നും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇദ്ദേഹത്തോട് പറഞ്ഞതായിട്ട് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്. അപ്പം ഇഖ്തിലാഫുൽ മതാലി ബാധകമാണ് എന്ന് തന്നെയാണ് ഇബ്നു അബ്ബാസിനെ പോലെയുള്ള ആളുകൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ എന്നാൽ ഇവിടെ പ്രശ്നം ലോക മുസ്ലിംകൾ എല്ലാവരും തന്നെ ഒരു ഏകീകരണത്തിന് വേണ്ടിയിട്ട്, നമ്മളൊക്കെ തന്നെ ഒരൊറ്റ സമുദായമാണ് എന്നുള്ള ബോധം വെച്ചു പുലർത്താൻ വേണ്ടിയിട്ട് ഒരു സെന്റർ നമുക്കെടുക്കാം. അതായത് സൗദി അറേബ്യ, മക്ക ലോക മുസ്ലിമുകളുടെ ഒരു കേന്ദ്രമായിട്ട് എടുത്തിട്ട് ആ മക്കയില് മാസം കണ്ടതായിട്ട് അവിടുത്തെ മുഫ്തിയോ അവിടുത്തെ ഈ ഹിലാൽ കമ്മിറ്റിയോ അതിന് നിയോഗിക്കപ്പെട്ട ആളുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ശാസ്ത്രം വളരെയേറെ പുരോഗമിച്ചു. തത്സമയ റിപ്പോർട്ട് നമുക്കിവിടെ കിട്ടും. ഒരു 30 കൊല്ലം മുമ്പാണ് അലി മനിക്ഫാൻ ഈ ആശയം പറയുന്നതെങ്കിൽ അത് സ്വീകാര്യമാവുകയില്ല. പക്ഷെ ഇന്ന് ആ അടിസ്ഥാനത്തിൽ ലോക മുസ്ലിമുകളെല്ലാം തന്നെ ഒരേ ദിവസം നോമ്പും പെരുന്നാളും ആചരിക്കാൻ മക്കയെ ഒരു ഉദാഹരണം പറയാം. മക്കയെ കേന്ദ്രമാക്കിയിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നത് ഇസ്ലാമികമായി തെറ്റാകുകയില്ല, അത് മുസ്ലിം ഐക്യത്തിന് പറ്റുന്നതാണ് എന്ന വീക്ഷണഗതിയാണ് എനിക്കുള്ളത്. ആ നിലക്ക് അലി മനിക്ഖാന്റെ ഈ അഭിപ്രായത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ മക്ക കേന്ദ്രമാക്കിക്കൊണ്ട് ഒരു പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ ലോകത്തെല്ലായിടത്തും ആ വാർത്ത അറിയുന്ന മുസ്ലിമുകൾ ഒന്നായിട്ട് അന്ന് നോമ്പും പെരുന്നാളും ആക്കുന്നതിന് ഇസ്ലാമിൽ തെറ്റുണ്ടാകാൻ ഇടയില്ല എന്ന് തന്നെയാണ് എനിക്കുള്ള വീക്ഷണം. ഏതെങ്കിലും ഒരു അറാബി, മാന്യനായ ഒരു അറാബി മാസം കണ്ടു നബിയെ എന്നങ്ങോട്ട് പറഞ്ഞപ്പം നോമ്പനുഷ്ഠിച്ച ചരിത്രമാണ് ഹദീസുകളിൽ കാണുന്നത്. അപ്പൊ അതിന് കണക്ക് നോക്കുക എന്നുള്ള കാര്യം നബി പറഞ്ഞിട്ടില്ല. എന്നും അക്ഷരാഭ്യാസം ഇല്ലാത്ത ഒരുപാട് ആളുകളാണുള്ളത്. അതുകൊണ്ട് തന്നെ കണക്ക് നോക്കിയിട്ട് നേരത്തെ VP മുഹമ്മദ് ഖാസിമി പറഞ്ഞ് കണക്ക് നോക്കിയിട്ട് ഏതോ നവീമാമൻ ഉദ്ധരിച്ചാ പറഞ്ഞിരിക്കുന്നത്. കണക്ക് നോക്കിയിട്ട് അന്ന് മാസം കാണൂല എന്ന് ഉറപ്പിച്ചു പറഞ്ഞാൽ പിന്നെ കണ്ടാലും തള്ളിക്കളയണം എന്ന് പറഞ്ഞ അഭിപ്രായം നബി പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ കണ്ടിട്ടില്ല. ഏതായാലും ശരി, അത് ഞാൻ അംഗീകരിക്കുന്നില്ല. പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത്, മലപ്പുറം ജില്ലയിൽ നമ്മുടെ ഇവിടുത്തെ കാളിയാണെന്ന് വിചാരിക്കുക. ആ കാളി പ്രഖ്യാപിച്ചു നാളെ റമദാൻ 1 അല്ലെങ്കിൽ നാളെ പെരുന്നാളാണ് എന്ന് ആ കാളി അങ്ങ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ് ഇവിടത്തെ 90% മുസ്ലിമുകളും അന്ന് പെരുന്നാൾ ആഘോഷിക്കുന്നു. അപ്പോഴ് അമേരിക്ക മാസം കണ്ടിട്ടില്ല, അല്ലെങ്കിൽ സൗദി അറേബ്യ മാസം കണ്ടിട്ടില്ല, അല്ലെങ്കിൽ കണക്ക് പ്രകാരം മാസം കാണാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് നോമ്പെടുക്കുന്നത് അത് വളരെ അപഹാസ്യമായ നിലപാടാണ് എന്ന് ഞാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട അലി മനിക്ഖാനോട് എനിക്ക് പറയാനുള്ളത്, ഇസ്ലാം ഒരു ഏക സമൂഹമല്ല, നമുക്ക് ചിന്തിക്കാനുള്ള അവസരം തന്നിട്ടുണ്ട്. അതാണല്ലോ നബിയുടെ കാലത്ത് തന്നെ ബനൂ ഖുറൈളയിൽ എത്തിയിട്ട് നിങ്ങൾ അസംസ്കരിക്കാവൂ എന്ന് പറഞ്ഞപ്പം നബി ജീവിച്ചിരിക്കുന്ന കാലത്ത് രണ്ടഭിപ്രായം അവിടെ തന്നെ ഉണ്ടായി. അപ്പൊ ഒരു ഏകശിലാ സമൂഹമല്ല. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാം, നമ്മൾ ഐക്യത്തിന് വേണ്ടിയിട്ട് ആവുന്ന ഇസ്ലാം അനുവദിക്കുന്ന, തെളിവുകൾ അനുവദിക്കുന്ന വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യാൻ തയ്യാറാണ്. ഒരു പ്രദേശത്ത് ഭൂരിപക്ഷം എന്ന് പെരുന്നാളായി പ്രഖ്യാപിച്ചാൽ, നോമ്പായി പ്രഖ്യാപിച്ചാൽ അതനുസരിച്ച് പ്രവർത്തിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം.